ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതും ബിഗ് ബോസ് വീട് ആകെ ഉറങ്ങിയ മട്ടാണ്. രാവിലെ ആകുമ്പോഴേക്കും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് അടി കൂടുന്ന ഇക്കൂട്ടരെ ഓരോ ഭാഗത്തായി ഒതുങ്ങിക്കൂടിയിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ആർക്കും ഒന്നും സംസാരിക്കാനില്ല. എന്തിനെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്തിട്ട് പോലും ബാക്ക് ടു എനർജി ഫോമിലേക്ക് എത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഗെയിം കളിക്കണമല്ലോ എന്ന് കരുതിയാണ് പലരും ഇന്ന് ടാസ്കുകൾ ചെയ്യുന്നത് തന്നെ. സോഷ്യൽ മീഡിയയിൽ മൊത്തം ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് എന്തു പറ്റി എന്ന ചോദ്യമാണ് മൊത്തത്തിൽ ഉയർന്നിരിക്കുന്നത്. ഗെയിമിൽ മുന്നിട്ട് നിൽക്കുന്ന സിബിൻ, ജാസ്മിൻ, ഗബ്രി, ജിൻഡോ ഇവരൊക്കെ ഇമോഷണലി ഡൗൺ ആയതാണ് വീടിനെ സൈലന്റ് മോഡിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ് ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നത്. സിബിനുണ്ടായ മനമാറ്റമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ശിക്ഷ ലഭിച്ച ശേഷം പഴയ സിബിനെ പ്രേക്ഷകരെ കണ്ടിട്ടില്ല. ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് സിബിൻ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നിന്നും വഴക്ക് കേട്ടതാണ് സിബിനെ മൊത്തത്തിൽ ഡൗൺ ആക്കിയത്. ഒരു മോശം ആക്ഷൻ ജാസ്മിനെ കാണിച്ചതാണ് പ്രശ്നമായത്. ഉടൻ തന്നെ സിബിൻ ജാസ്മിനോടും പ്രേക്ഷകരോടും മാപ്പ് പറഞ്ഞെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ വിഷയത്തിൽ സിബിനെ ശകാരിക്കുകയും പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയും അതുപോലെ ഗെയിമിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഇമോഷണലി ഡൗൺ ആയ സിബിനെയാണ് പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകർ കണ്ടത്. ഇനി തനിക്ക് ഈ ഗെയിം കളിച്ച് മുൻപോട്ട് പോകാൻ കഴിയില്ലെന്നും അതുപോലെ ബിഗ് ബോസ് ഷോയിൽ നിന്നും തന്നെ പുറത്താക്കണമെന്നാണ് സിബിൻ ഞായറാഴ്ച മുതൽ ഹൗസ്മേറ്റ്സിനോടും പ്രേക്ഷകരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ തന്റെ മൈക്ക് ഊരിവെക്കുകയും അതുപോലെ ഭക്ഷണം പോലും കഴിക്കാതെ സിബിൻ നിരാഹാരവും തുടങ്ങിയതോടെ ബിഗ് ബോസ് സിബിനെ സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള അനുവാദം നൽകിയിരുന്നു. ഏറെ നേരം സൈക്കോളജിസ്റ്റുമായി സംസാരിച്ച ശേഷം ഹാപ്പിയാണ് സിബിൻ ഹൗസിലേക്ക് മടങ്ങി വന്നത്. എന്നാൽ കുറച്ചു നേരത്തേക്ക് മാത്രമാണ് ഈ ഹാപ്പിനെസ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതേ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. സിബിൻ വീണ്ടും മെന്റലി ഡൗൺ ആയിരിക്കുന്നതാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ശ്രീരേഖ അതുപോലെ ഋഷി, സായ് ഇവരൊക്കെ മാക്സിമം സിബിനെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഏൽക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. സത്യത്തിൽ സിബിൻ തളർന്നതോടെ ബിഗ് ബോസ് വീടിനുള്ളിലെ ഗെയിം സ്പിരിറ്റ് ഇല്ലാതായെന്ന അഭിപ്രായമാണ് പൊതുവെയുള്ളത്. രണ്ടാമതായി ജാസ്മിനും ഗബ്രിയുമാണ്. മുൻപത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പേരില്ലാത്ത ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ ലാലേട്ടൻ ജാസ്മിനെയും ഗബ്രിയെയും എടുത്തിട്ട് കുറഞ്ഞതുകൊണ്ട് തന്നെ ഇരുവരും നിലവിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ജാസ്മിൻ ഗബ്രിയോട് പണ്ടത്തേതുപോലെ തന്നോട് സംസാരിക്കുന്നില്ലെന്നും ഇടപഴകുന്നില്ലെന്നും മാനസികമായി തന്നെ അത് തളർത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം രണ്ടുപേരും നിലവിൽ ഡൗൺ ആണ്. എന്തിന് ഗബ്രി പവർ റൂമിൽ കയറിയിട്ട് പോലും ഒട്ടും ആക്റ്റീവ് അല്ല. മറ്റൊന്ന് ജിൻഡോയാണ്. ഉറ്റ സുഹൃത്തായ ജാൻമണി പോയതും ജിൻഡോ ഒതുങ്ങിക്കൂടിയ മട്ടാണ്. എന്തിനും ഏതിനും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ജാൻമണി. സിഗരറ്റ് പാർട്ട്നേഴ്സ് എന്നും ഇവരെ വിശേഷിപ്പിക്കാം. ഇവയെല്ലാം ഇരുവരുടെയും ഇടയിലെ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. ജാൻ പുറത്തു പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ജിൻഡോ കരുതി കാണില്ല. അതിന്റെ ആഫ്റ്റർ എഫക്ട് ജിൻഡോയിലെ നല്ല രീതിയിൽ കാണാനുണ്ട്. ഗെയിമിൽ ആക്റ്റീവ് ആണെങ്കിലും മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ജിൻഡോയുടെ ആക്റ്റീവ്നെസ് വളരെ കുറവാണ്. മാത്രമല്ല സിബിൻ മാനസികമായി തളർന്നതും ജിൻഡോയെ ഒരു പരിധിവരെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പൂജ കൃഷ്ണ രണ്ടാഴ്ചത്തേക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്നും മാറി നിന്നതും പവർ ടീമിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാരണം പല ഡിസിഷൻ മേക്കിങ്ങിലും പൂജ കൃത്യമായി നിലപാടുകൾ എടുക്കുകയും എന്ത് ചെയ്യേണ്ട അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ വ്യക്തമാക്കാറുണ്ട്. പൂജ പോയതിന്റെ ഒരു ശൂന്യത നന്നായി ബിഗ് ബോസ് വീട്ടിൽ ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഈ പറഞ്ഞതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലെ നിലവിലെ അവസ്ഥ. ബിഗ് ബോസ് വീടിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ ഇനി കാര്യമായ ടാസ്കുകളോ അങ്ങനെ എന്തെങ്കിലും നൽകേണ്ടി വരും. അല്ലാത്ത പക്ഷം ഈ രീതിയിൽ മുൻപോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. നിലവിൽ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ സിബിനെ മാത്രം ലക്ഷ്യം വെച്ചെന്ന അഭിപ്രായം പ്രേക്ഷകർക്കുണ്ട്. പ്രേക്ഷകർ മുഴുവൻ തനിക്കെതിരാണ് എന്ന ചിന്ത സിബിൻ ഉള്ളതുകൊണ്ടാണ് മെന്റലി ഡൗൺ ആയതെന്നാണ് ഭൂരിഭാഗവും പറയുന്നത്. വ്യക്തമായി സംസാരിക്കാനും തർക്കിച്ച് നിൽക്കാനും എല്ലാം കഴിവുള്ള വ്യക്തി എന്ന നിലയിൽ സിബിൻ ബാക്ക് ടു ആക്റ്റീവ് മോഡിലേക്ക് എത്തിയാൽ ബാക്കിയുള്ളവരും ആക്റ്റീവ് ആകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.